ഇന്ന് നമുക്ക് സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ചിൽ വരുന്ന രണ്ട് വേരിയേഷൻ സ്റ്റിച്ചസ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ രണ്ട് കളറിലെ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ഇതുപോലെ രണ്ട് പാരലൽ ലൈൻസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനയിൽ നമുക്ക് സാധാരണ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് താഴത്തെ ലൈൻ വരുമ്പം ഇവിടെ തയ്ച്ച റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നടുക്കായിട്ട് വരണം നമ്മൾ ഇവിടെ തയ്ക്കുന്ന റണ്ണിങ് സ്റ്റിച്ച് വരാൻ. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ ലൈനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നമുക്കിതുപോലെ റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൈനിൽ റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ലൈനാണ് തയ്ക്കേണ്ടത്. അപ്പോൾ അതിന് നീഡിൽ ഞാൻ കുറച്ചൊന്ന് നീക്കിയിട്ടാണ് എടുക്കുന്നത് ഈ ലൈനിൽ നിന്നും. ഇനിയും ഇവിടെ നമ്മൾ അടുത്ത സ്റ്റിച്ച് തയ്ക്കുന്നത് ഈ രണ്ട് സ്റ്റിച്ചിൻ്റെ നടുക്കായിട്ടായിരിക്കും തയ്ക്കുന്നത്. ഇതാ കണ്ടോ, ഈ രണ്ട് സ്റ്റിച്ചിൻ്റെ നടുക്കായിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റിച്ച് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഈ രണ്ട് സ്റ്റിച്ചിൻ്റെ നടുക്കായിട്ടായിരിക്കും നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഇത് മനസ്സിലാവും. കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റിച്ചസിൻ്റെ ഇടയിലാണ് ഈ സ്റ്റിച്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ചിൽ വരുന്ന രണ്ട് വേരിയേഷൻ സ്റ്റിച്ചസാണ് ഗട്ട് റെയിൻകോട്ട് സ്റ്റിച്ചും പിന്നെ ക്ലോവൻ കോളർ സ്റ്റിച്ചും. അപ്പം ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഗട്ട് റെയിൻകോട്ട് സ്റ്റിച്ചാണ് തയ്ക്കാൻ പോകുന്നത്. ഞാൻ വേറൊരു കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇതിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ എടുക്കാം നീഡിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വരും. എന്നിട്ട് നമുക്കിനി ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് നീഡിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് നീഡിൽ. ഇനി നമുക്ക് വീണ്ടും നീഡിൽ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് ഇത് വരുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നീഡിൽ ഇടേണ്ടത്. ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് നീഡിൽ ഇടേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിടണം. എന്നിട്ട് വീണ്ടും ഇതുപോലെ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ, എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരും. കണ്ടോ, ഇതുപോലെ വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ലൂസ് ആക്കിയിട്ടാൽ ഇതൊരു യുവിൻ്റെ ഷേപ്പ് പോലെ ഇവിടെ വരും. ഇത്രയും ടൈറ്റ് ആക്കണ്ട. കണ്ടോ, ഇതുപോലെ വരും. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെ.
ഇവിടെ നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ ആ ഒരു യുവിൻ്റെ ഷേപ്പ് വരും, കണ്ടോ ഇതുപോലെ. അപ്പോൾ ഒരുപാട് ടൈറ്റ് ആക്കണ്ട. ഇനി നമുക്ക് ഇങ്ങോട്ട് നമ്മൾ ഒരുപാട് ചുറ്റി വലിച്ചില്ലെങ്കിലാണ് ആ ഒരു ഭംഗി വരുന്നത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന്. കണ്ടോ ഇതുപോലെ വരും. ഇനി നമുക്ക് ഇതുപോലെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ ഇതുപോലെ. എന്നിട്ട് ഇവിടെ ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗട്ട് റെയിൻകോട്ട് സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ വേരിയേഷനാണ്, ഫസ്റ്റ് വേരിയേഷനാണ്. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ തയ്ക്കുന്ന റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വലുപ്പം ഒരുപാട് നീളത്തിലാവാൻ പാടില്ല. കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമ്മളിപ്പോൾ ഈ ചുറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കത്തുള്ളൂ നന്നായിട്ട്, അല്ലെങ്കിൽ ലൂസായിട്ട് പോവും. അതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ലെങ്ത്ത് കുറച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. അടുത്ത് നമുക്ക് ക്ലോവൻ കോളർ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ 2 പാരലൽ ലൈൻസ് വരയ്ക്കണം. എന്നിട്ട് ഇവിടെ നമ്മളിപ്പോൾ തയ്ച്ചു കൊടുത്ത സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ചില്ലേ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു കളറിലെ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഇവിടെ ക്ലോവൻ കോളർ സ്റ്റിച്ചാണ് തയ്ക്കേണ്ടത്. അതിന് നമുക്ക് നീഡിൽ ഇവിടെ താഴത്തെ ഈ പോയിന്റിൽ നിന്നാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നീഡിൽ ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതുപോലെ ഇങ്ങനെ വരും. നമുക്ക് വീണ്ടും നീഡിൽ ഇതുണ്ട് ഈ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങോട്ടാണ് നീഡിൽ ഇതുപോലെ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ. എന്നിട്ട് നമുക്കിത് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക, എന്നാലേ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ. ഇനി നമുക്ക് വീണ്ടും ഈ ത്രെഡ് ഇങ്ങനെ വരണേ. എന്നിട്ട് ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ. എന്നിട്ട് നമുക്ക് മെല്ലെ ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുക്കാം. ഒരുപാട് നമ്മൾ ത്രെഡ് വലിച്ച് മുറുക്കാൻ പാടില്ല, കുറച്ചൊന്ന് ലൂസാക്കിയിരിക്കണം ഇതുപോലെ. ഇനി നമുക്ക് നീഡിൽ ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതുപോലെ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലൂടെയാണ് നീഡിൽ എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇനി നമുക്ക് ത്രെഡ് ഇതിൻ്റെ അടിയിലൂടെ, ഈ ത്രെഡിൻ്റെ അടിയിലൂടെ, എന്നിട്ട് ഇങ്ങോട്ട്. ഇനി ഇതിൻ്റെ അടിയിലൂടെ, എന്നിട്ട് ഇങ്ങോട്ട്.
ഇനി ഈ ത്രെഡിൻ്റെ ഇടയിലൂടെ എന്നിട്ട് ഇങ്ങോട്ട്. നമുക്ക് എൻഡ് ചെയ്യാൻ ഇവിടെ നമുക്കിതുപോലെ നീറ്റിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ക്ലോവൻ കോളർ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. ഈ 2 സ്റ്റിച്ചസും നമ്മൾ ബോർഡർ സ്റ്റിച്ചിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും, അതുപോലെ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. അപ്പോൾ ഈ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് എന്ന് പറയുമ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറേ സ്റ്റിച്ചസും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ടൊക്കെ തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബീഡ്സ്. അപ്പോൾ ഈ 2 സ്റ്റിച്ചസ് നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. കാരണം ത്രെഡ് ചുറ്റുന്ന ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്കിത് തയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.